പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതം കൂടി കർത്താവ് നമുക്ക് ശേഷിപ്പിച്ചു. ആയുസ്സും ആരോഗ്യവും ബലവും ജീവനും തന്ന് തളർത്തു വരുവാൻ തക്കവണ്ണം വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 15 വേഴ്സ് 1 and 2. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ 2 വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. യേശു കർത്താവിൻ്റെ അവകാശവാദങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതാണിത്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ നല്ലയിടയനാകുന്നു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതിൻ്റെ കൂടെയുള്ള ഒരു ആലങ്കാരിക വാക്കാണ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ പിതാവ് തോട്ടക്കാരനാകുന്ന മുന്തിരിവള്ളിയുടെ കൊമ്പുകളായി ആ തോട്ടത്തിനകത്തെ വൃക്ഷത്തിൻ്റെ കൊമ്പുകള് ഫലം, ഇത്രയുമാണ് അവിടെ വിശദീകരിക്കുന്നത്. യേശു കർത്താവ് പറയുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. മുന്തിരിവള്ളി രസിപ്പിക്കുന്നതാണ്, രുചിപ്പിക്കുന്നതാണ്, സഹനമുള്ളതാണ്, മറ്റുള്ളവർക്ക് പ്രയോജനം വരുത്തുന്നതാണ്. പക്ഷെ ഈ മുന്തിരിവള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മുന്തിരിവള്ളിക്കുള്ള ദൗത്യമെന്ന് പറയുന്നത് കൊമ്പുകളിലേക്ക് ആ ലവണവും വേണ്ടിയ ആ ഐറ്റം, ലവണവും ആ വളവും വെള്ളവും എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം മാത്രമേ ഈ സ്റ്റെമ്മിനുള്ളൂ, മുന്തിരി വള്ളിക്കുള്ളൂ. തോട്ടക്കാരനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. തോട്ടക്കാരന് ആവശ്യമുള്ള വളവും വെള്ളവും ഒക്കെ ഇട്ട് തോട്ടം സൂക്ഷിക്കാനുള്ള ആ ക്രമീകരണങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്വമേ തോട്ടക്കാരനുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ തോട്ടക്കാരൻ ചെയ്യുന്ന ആവശ്യം അറിഞ്ഞ് തോട്ടക്കാരൻ വെള്ളവും വളവും കൃത്യമായി ചെയ്യും. അതുകൂടാതെ ഈ സ്റ്റെം, ഈ ഇട്ടിരിക്കുന്ന വളവും ആ പിതാവിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം കൃത്യമായി കൊമ്പുകളിൽ എത്തിക്കും. ഇനി ഇവിടെ 2-ാമത്തെ വാക്യത്തിൽ അവിടെ നിൽക്കുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ 3 കൊമ്പുകളെ പറഞ്ഞിട്ടുണ്ട്. 3 കൊമ്പുകൾ ഒറ്റ വാക്യത്തില്. നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഒരൊറ്റ വാക്യത്തിൽ 3 കൊമ്പുകളെ പറഞ്ഞിട്ടുണ്ട്. 2-ാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഒന്നുകൂടെ വായിക്കാം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും, 1-ാമത്തെ കൊമ്പ് കായ്ക്കാത്ത കൊമ്പ് അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും. അപ്പം 2-ാമത്തെ കൊമ്പ് കായ്ക്കുന്ന കൊമ്പ് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. അപ്പൊ 3-ാമത്തെ കൊമ്പ് അധികം ഫലം കായ്ക്കുന്ന കൊമ്പ്. 3 കൊമ്പുകളാണ് അവിടെ ഉള്ളത്. ഒന്ന് കായ്ക്കാത്തതൊക്കെയും അത് വെട്ടിക്കളയുന്നു, തീയിലിട്ട് ചുട്ടുകളയുന്നു പിന്നെ എഴുതിയിട്ടുണ്ട്. കായ്ക്കാത്ത കൊമ്പ്. 2 കായ്ക്കുന്ന കൊമ്പ്. അങ്ങനെ ഒരു കൊമ്പുണ്ട്, കായ്ക്കുന്ന കൊമ്പ്. അത് പ്രതീക്ഷയ്ക്കൊത്ത് കായ്ക്കുന്നില്ല. കായ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല, കായ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൊമ്പുണ്ട്. അതിനെ വെട്ടിക്കളയുന്നില്ല, പക്ഷെ ചെത്തി വെടിപ്പാക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. ഹല്ലേലൂയ. അധികം ഫലം കായ്ക്കേണ്ടതിന്. അപ്പൊ ഈ 3 കൊമ്പുകളെ ഒന്ന് എടുത്തു പഠിച്ചാ ചില കൊമ്പിനെ നോക്കിയിട്ട് പറയും, അതാ ഈ കായ്ക്കുന്ന കൊമ്പുണ്ടല്ലോ, 1 ഫലം കായ്ക്കും, 2 ഫലം കായ്ക്കും, പ്രതീക്ഷയ്ക്ക് ഒത്ത് കായ്ക്കാതെ ചെറുതായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന കൊമ്പുണ്ട്. ഈ കൊമ്പിനെ സംബന്ധിച്ച് കൊമ്പിനൊരു അഹങ്കാരമുണ്ട്. 1 കായെങ്കിലും ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയാൽ ഒന്നുമില്ല. ഇത് 1, 2 ഒക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. വല്ലപ്പോഴും ആരാധനയ്ക്ക് പോകുന്നുണ്ട്, വല്ലപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. 1 കൊമ്പെങ്കിലും ഉണ്ടെന്ന്, 1 കായെങ്കിലും ഉണ്ടെന്ന് നോക്കുന്നു, 1 ഫലമെങ്കിലും ഉണ്ടെന്ന് നോക്കുന്നു ഈ കൊമ്പ്. പക്ഷെ ഈ കൊമ്പ് പ്രതീക്ഷയ്ക്കൊത്ത് കായ്ക്കാത്തത് കൊണ്ട് യജമാനൻ വന്നിട്ട് ഇതിനെ ചെത്തി വെടിപ്പാക്കും. അത് വേദനാജനകമാ, ചെത്തി വെടിപ്പാക്കുന്നത്. അതിന്റെ കൊമ്പിനെ ചെത്തും, അതിന് കൊമ്പിനെ വെട്ടും, അതിന്റെ തളിപ്പിനെ വെട്ടിയിട്ട് അത് ഒറ്റ കൊമ്പാക്കി നിർത്തും, അത് അധികം ഫലം കായ്ക്കേണ്ടതിന്. പിന്നെ ഈ കൊമ്പിന്റെ പേര് പഴയ കായ്ക്കുന്ന കൊമ്പെന്നല്ല, അധികം ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ അധികം ഫലം പ്രതീക്ഷിച്ചാണ് യജമാനൻ വെള്ളവും വളവും ഒക്കെ ഇട്ടതും ഈ കൊമ്പിനെ കൊണ്ട് ഒട്ടിച്ച് ഇവിടെ ചേർത്ത് വെച്ചതും. മുന്തിരിവള്ളിയിലേക്ക് ഈ കൊമ്പിനെ വെച്ചിരിക്കുമ്പോൾ ഒരേ പ്രയോജനമാണ് ഈ കൊമ്പില് ഫലം കായ്ക്കണമെന്നുള്ളത്. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനമേ ഒരു കാര്യം ചിന്തിക്കണം. തോട്ടക്കാരന് കുഴപ്പമില്ല, തോട്ടക്കാരൻ അങ്ങനെ തന്നെയുണ്ട്. മാറ്റമില്ലാത്ത, ഇന്നലെയും ഇന്നും എന്നും മാറ്റമില്ലാത്ത അനന്യനായിട്ട് തോട്ടക്കാരനുണ്ട്.
വെള്ളത്തിനും വളത്തിനും കുറവില്ല. മുന്തിരി വള്ളിക്ക് കുഴപ്പമില്ല, വള്ളിക്കൊരു കുഴപ്പം വരത്തില്ല. ഇത് വേറെ ആഴത്തിൽ താതിരിക്കുന്ന മുന്തിരി വള്ളിയാകുന്ന യേശു കർത്താവ് അങ്ങനെ തന്നെയുണ്ട്. എന്നിട്ടും ഈ കൊമ്പിൽ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ കൊമ്പിന് കുഴപ്പമാണോ മുന്തിരിവള്ളിയുടെ കുഴപ്പമാണോ? ഒറ്റ വാക്കി പറയാം, മുന്തിരിവള്ളിയുമായിട്ട് ആ കൊമ്പിന് എവിടെയോ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാ കായ്ക്കാത്തത്. ആ മുന്തിരിവള്ളിയുടെ സ്റ്റെമ്മിനോട് ചേർന്നിരിക്കാത്തത് കൊണ്ടാ കായ്ക്കാത്തത്. അപ്പൊ ഈ കായ്ക്കാത്ത കൊമ്പിനെ യജമാനൻ വരും, കായ്ക്കുന്നില്ല, അതിനൊരു കുഴപ്പമില്ല. ഈ വർഷം കായ്ച്ചില്ല, കുഴപ്പമില്ല, അടുത്ത വർഷം കായ്ച്ചില്ല. അപ്പോൾ ഈ കൊമ്പിനൊരു അഹങ്കാരമുണ്ട്, ഞാൻ ഒരു ഫലവും കായ്ക്കുന്നില്ല, പ്രാർത്ഥനയേ ഇല്ല, ഒരു ജീവിതവും ഇല്ല, ആരാധന മുടക്കുന്നുണ്ട്, എന്നിട്ടും എനിക്കൊരു കുഴപ്പമില്ലല്ലോ ചിന്തിക്കുമ്പോൾ ഈ കൊമ്പിനോട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പറയട്ടെ, നിന്നെ നിർത്തിയിരിക്കുന്നു ഒറ്റ വെട്ടാനാ. ഈ കൊമ്പിനെ വെട്ടിയെടുത്ത് തീയിലെറിഞ്ഞു കളയും. പിന്നെ നിർത്തത്തില്ല, വെട്ടിയെടുത്ത് തീയിലെറിഞ്ഞു കളയും. പിന്നെ ഇതിന്റെ പ്രയോജനം ഇതിനെ എറിഞ്ഞു കളയും. എന്നാൽ അടുത്തൊരു കൊമ്പുണ്ട്, അടുത്ത കൊമ്പ് കായ്ക്കുന്ന കൊമ്പ്. ഇത് നമ്മുടെ പലരുടെയും ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ പലരും ഈ കൊമ്പാ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ദൈവത്തോടുള്ള ബന്ധമുണ്ടോ, പ്രാർത്ഥനയുണ്ടോ? പക്ഷെ ക്ഷീണവും തകർച്ചയും ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയില്ല. പോരാ കുഞ്ഞെ, പോരാ. ദൈവം നിന്റെ ദൈവരാജ്യത്തിനകത്ത് നട്ട് ഈ കൊമ്പാക്കി വെച്ചിരിക്കുന്നത് കായ്ക്കുന്ന കൊമ്പാകാനല്ല, പ്രതീക്ഷ അധികം ഫലം കായ്ക്കുന്ന കൊമ്പാകണം. ഹല്ലേലൂയ. നിന്നെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്, അധികം ഫലം കായ്ക്കുന്ന കൊമ്പാകണം. ഈ കൊമ്പ് പറയുക, കായ്ക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, സാഹചര്യം കൊണ്ട് ഞാനിങ്ങനെ കായ്ക്കാൻ വന്നപ്പോൾ കൊടുങ്കാറ്റ് വന്നു, കുറച്ച് കായൊക്കെ താഴെ പോയി. ഞാൻ കായ്ക്കാൻ വന്നപ്പോൾ മഴ വന്നു. ഇന്ന് പ്രിയ ദൈവത്തിന്റെ പൈതലെ, നീ സാഹചര്യത്തെ പഴി പറഞ്ഞ് എനിക്ക് നേരെ കൊടുങ്കാറ്റ് വരുന്നു, അതൊന്നും കായ്ക്കുന്നില്ലല്ലോ, എനിക്ക് ഇത്രയൊക്കെ ഒക്കത്തുള്ളൂ, ഇതിനപ്പുറത്തോട്ട് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് നിന്നോട് പറയുന്നു, നിന്റെ കഴിവും നിനക്ക് തന്നിരിക്കുന്ന താലന്തുകളും ഇതിനു വേണ്ടിയല്ല, കായ്ക്കുന്ന അധികം ഫലം കായ്ക്കുന്ന ഒരു കൊമ്പായി മാറാൻ. ഹല്ലേലൂയ. അധികം ഫലം കായ്ക്കുന്ന ഒരു കൊമ്പായി മാറാൻ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് നിന്നെ സ്പർശിക്കട്ടെ. നീ ഒരധികം ഫലം കായ്ക്കുന്ന കൊമ്പായി മാറട്ടെ. കായ്ക്കുന്ന കൊമ്പിനെ വെട്ടി, നീ കായ്ക്കുന്ന കൊമ്പാണോ? ചെറിയ ഫലങ്ങളൊക്കെ ഉണ്ടോ? പ്രതീക്ഷ നിന്റെ അകത്തുണ്ടോ? നിനക്ക് ആകണമെന്ന് ആഗ്രഹമുണ്ടോ? ഒന്ന് സമർപ്പിച്ചോ. നാഥൻ നിന്നെ ചെത്തി വെടിപ്പാക്കും. ഒന്ന് ചെത്തുന്നത് വേദനയാണെങ്കിലും ചെത്തി വെടിപ്പാക്കും, മറ്റൊന്നിനു വേണ്ടിയല്ല. ചെത്തുമ്പോ നീ അറിഞ്ഞോ, നിനക്ക് അധികം ഫലം കായ്ക്കാനാ. ചെത്തുന്ന കൊമ്പെ നീ ഒരിക്കലും കായ്ക്കാത്ത കൊമ്പിനെ നോക്കി അവനെ ചെത്തുന്നില്ലല്ലോ എന്ന് പറയരുത്, അവനെ വെട്ടി തീരിടാനോ. പക്ഷെ നിന്നെ അതല്ല, നിന്നെ ഈ ലോകത്തിൽ മാത്രമല്ല നിത്യരാജ്യത്തിൽ എത്തിക്കാനും, ഈ ലോകത്തിൽ നിന്നെയാകുന്ന കൊമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഫലം കായ്ക്കാൻ, ആത്മഫലങ്ങൾ കായ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിന്നെ കുറിച്ച്. അതുകൊണ്ടാ നിന്നെ ചെത്തി വെടിപ്പാക്കുന്നേ. അതൊരു വേദനാജനകമാണെങ്കിലും ചെത്തി വെടിപ്പാക്കുന്നത് നിന്നെ തീർക്കാനല്ല, നിന്നെ നശിപ്പിച്ച് കളയാനല്ല, നിന്നിൽ അധികം ഫലം കായ്ക്കേണ്ടതിന്. ഹല്ലേലൂയ. വേദനയോടെ ഒരു രോഗം കഴിയുമ്പോൾ അടുത്ത രോഗം ഒന്നിനു പുറകെ ഒന്നായി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിക്കും. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇത്രയൊക്കെ മതി, എനിക്ക് ബേഡൻ എടുക്കാൻ പറ്റുന്നില്ല, മറ്റേയാള് ബേഡൻ എടുക്കുന്നില്ലല്ലോ, ഇയാൾ ബേഡൻ ആ തലവേദന ഒന്നും എടുക്കുന്നില്ലല്ലോ, എനിക്ക് അതുപോലെ മതി എന്ന് നീ പറയുന്നെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവകുഞ്ഞെ നീ ഒന്ന് മനസ്സിലാക്കിക്കേ, നിന്നിലല്ല ദൈവം തമ്പുരാന്റെ ഇഷ്ടത്തിനനുസരിച്ച് അധികം ഫലം കായ്ക്കാൻ തമ്പുരാൻ നിന്നെയാകുന്ന കൊമ്പിനെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുകയാ. അവൻ ചെത്തി വെടിപ്പാകും, നശിപ്പിച്ച് കളയാനല്ല, അധികം ഫലം കായ്ക്കാൻ. നീ വേദനിക്കുമ്പോൾ നീ പറയരുത്, രോഗമാകുമ്പോൾ, വേദനയാകുമ്പോൾ, പീഡമാകുമ്പോൾ, അതേ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാകുമ്പോൾ കുഞ്ഞെ നിന്നെ ചെത്തി വെടിപ്പാക്കുകയാ. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കും. നിന്നെ ചെത്തി വെടിപ്പാക്കിയ നിത്യതയ്ക്ക് ഒരു നല്ല ഉരിപ്പടിയാക്കാൻ, ലോകത്തിൽ ഫലം കായ്ക്കാൻ നിന്നെ ചെത്തി വെടിപ്പാക്കുക. ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ചേർന്ന് ഈ ജനത്തെ അനുഗ്രഹിച്ച് പാദപീഠത്തിലേക്ക് വരുന്നു, ഒരുമിച്ച് പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്നപ്പാ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചേർന്ന് ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവെ, ആ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ പോരാളികൾക്കായി സ്തോത്രം.
സന്ദേശം കേൾക്കുന്ന സകല പേരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, കായ്ക്കുന്ന കൊമ്പ് അധികം ഫലം കായ്ക്കാൻ ചെത്തി വെടിപ്പാക്കുന്നത് പോലെ നശിപ്പിക്കാനല്ല, നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ ശോധന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ വേദന. അങ്ങനെ തന്നെ ജനത്തെ അനുഗ്രഹിക്കുന്നപ്പ, പണിതെടുത്ത് പൊന്നുപോലെ പുറത്തു വരാൻ ദൈവം ഇടയാക്കുന്നതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. സകല ഭാരമൊത്തം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൃപയ്ക്കുള്ളിൽ മടക്കാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.